ലോൺ തിരിച്ചടവ് വൈകിയതിന് സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ വയോധിക ദമ്പതികളെ വീട്ടിൽ കയറി മർദ്ദിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കുട്ടനും ഭാര്യ പത്മിനിയും കോഴിക്കോട് ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ മകനായ ഡോക്ടറാണ് വായ്പയെടുത്തത്. 35 കൊല്ലമായിട്ട് ഞാൻ വർക്ക് ചെയ്തൊരു അധ്യാപകനാണ്. സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായ സാജിദ് 2020-ലാണ് ധനമിടപാട് സ്ഥാപനത്തിന്റെ കൊണ്ടോട്ടി ശാഖയിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പയെടുത്തത്. അടച്ചു കഴിഞ്ഞ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ് പലിശയിലേക്ക് മാത്രമാണ് ഈ എമൗണ്ട് പോകുന്നത്, മുതലിലേക്ക് പോകുന്നില്ല എന്ന് മനസ്സിലായി. 4-5 വർഷം ആയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കരിയറായിട്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. കാരണം ഇതെൻ്റെ കരിയറിനെ വല്ലാതെ ബാധിച്ചു പോയി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഹയർ സ്റ്റഡീസിന് പോകണം, എനിക്ക് ഈ EMI ഒരു ഗ്യാപ്പ് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല, 1 മാസത്തെ EMI പോലും മുടക്കാൻ പറ്റില്ല, റീസ്ട്രക്ചർ ചെയ്യാമെന്ന് പറഞ്ഞു. റീസ്ട്രക്ചർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു മൊറട്ടോറിയം എന്നാണ് ആദ്യം പറഞ്ഞത്, ജസ്റ്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് എനിക്ക് മനസ്സിലായത്, ഞാൻ അന്വേഷിച്ചപ്പോൾ അത് ഡബിൾ EMI വരുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ ഇന്നലെ ഈ അതിക്രമം മുഴുവൻ കാണിച്ചത്. ഇതിന് മുന്നേ നിഷാന്ത് എന്ന് പറയുന്ന ഒരുത്തൻ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് അവൻ പക്ഷേ ജസ്റ്റ് വെർബലി ഭീഷണിപ്പെടുത്തിയിട്ട് പോവുക ചെയ്തത്. ഇവനാണ് വന്നിട്ട് ഫിസിക്കലി അസാൾട്ട് ചെയ്ത്, വയസ്സായ അച്ഛനെ അമ്മയെ ഫിസിക്കലി അസാൾട്ട് ചെയ്ത് തെറി പറഞ്ഞു, എന്നെ വിളിച്ച് വധഭീഷണി നടത്തി. ഇങ്ങനെ അവൻ എന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ കൊല്ലും, നിന്നെ ഡോക്ടറായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല, നിൻ്റെ അച്ഛനെ അമ്മയും കൊല്ലും, ആ രീതിയിൽ അവൻ എന്നെ ഒരു ഗുണ്ട സെറ്റപ്പിലാണ് അവൻ എന്നെ ത്രെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ബുധനാഴ്ച വൈകിട്ടോടെ സ്ഥാപനത്തിലെ ജീവനക്കാരൻ സാജിദിനെ അന്വേഷിച്ച് വീട്ടിലെത്തി. അച്ഛൻ കുട്ടനും അമ്മ പത്മിനിയുമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. സാജിദ് വീട്ടിലില്ലെന്ന് പറഞ്ഞതോടെ മർദ്ദിച്ചെന്നാണ് പരാതി. വീടിന്റെ ജനൽ ചില്ലും തകർത്തു. മുടി മുറിച്ച് ഞാൻ വേദനയായിട്ട് ഞാൻ വീഴാൻ പോയി. അതിൽ പിന്നെ ഭാര്യൻ്റെ ഈ ഭാഗം ഒരു ഭാഗത്താണ് ചവിട്ടക്കിയത്. കയ്യും മേലൊക്കെ വേദനയായിരുന്നു, തലൊന്നാകെ. കൂടെ ഓടി വന്നിട്ട് വൈഫിൻ്റെ മുടി കുത്തി പിടിക്കാൻ കഴുത്തിങ്ങനെ പിടിച്ച് ഞെക്കുകയൊക്കെ ചെയ്യണം. അപ്പോഴാണ് ഞാനാണ് ചെല്ലുന്നത്. അപ്പോൾ ഞാനത് തെടുത്തു. പിന്നെ ആ പെൻ്റെ പെരട്ടിക്കടിച്ച്. കോഴിക്കോട് ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുവരും. കുടുംബത്തിന്റെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.